ദിവസം സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിലായി നടക്കാനിരിക്കുന്നത്. ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതര മതവിശ്വാസികൾക്കെല്ലാം ഈ സ്ഥാപനത്തിന്റെയും സുന്നി പ്രസ്ഥാനിക കുടുംബത്തിന്റെയും എല്ലാ നന്മകളും സന്തോഷങ്ങളും നേർന്നുകൊള്ളുകയാണ്. ഇടക്ക് ഈ ഫ്രണ്ടിൽ കുറച്ച് ചെയർ ഒഴിവുണ്ട്, ഈ പിറകിലിരുത്താതെ കുറച്ച് ആൾക്കാരോട് ഇരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നിലിരിക്കുന്ന ആളുകളൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കയറിയിരിക്കുകയോ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസകൾ വഹിക്കുന്ന പങ്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിലും ഭീകരതയെയും തീവ്രവാദത്തെയും ചെറുക്കുന്നതിലും കേരളത്തിലെ മദ്രസ പ്രസ്ഥാനങ്ങളുടെ പങ്ക് ചെറുതല്ല. എന്നാൽ ധാരാളം തെറ്റിദ്ധാരണകൾ മദ്രസയുടെ കാര്യത്തിലായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നുമില്ല. ധാരാളം അമുസ്ലിം സഹോദരങ്ങൾ ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ടാവും. മദ്രസകൾ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളാണ്, വർഗീയതയും തീവ്രവാദവുമാണ് കുഞ്ഞു മനസ്സുകളിൽ മദ്രസകളിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാമുള്ള തെറ്റിദ്ധാരണകൾ പല ആളുകളും ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായ ഒരു കാര്യമാണ്. തീവ്രവാദം ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ ചെറുതല്ല. എല്ലാവർക്കും അറിയാം, തീവ്രവാദ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സമാധാനമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ശാന്തിയും സമാധാനവും പഠിപ്പിക്കുന്ന ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. പരിശുദ്ധ ഇസ്ലാം തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർത്തിട്ടുള്ള മതമാണ്. തീവ്രവാദി, വർഗീയവാദി എന്റെ സമുദായത്തിൽ അവന് സ്ഥാനമില്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് ഇസ്ലാം മതത്തിലെ അവസാന പ്രവാചകൻ. എന്നാൽ ലോകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കക്ഷികളുടെ പേരുകളിലെ ഇസ്ലാം കണ്ട് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇസ്ലാം മതം കൂട്ടുനിൽക്കുന്നു എന്ന് ഒരു സഹോദരനും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്നാണ്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അനുസരണയുള്ളവൻ എന്നാണ്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല.
പകരം തീവ്രവാദത്തെ ശക്തമായ ഭാഷയിൽ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അതിൽ ഒരിടത്തു പോലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വരിയും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ത്യ ലോകരാജ്യങ്ങളിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം മതസൗഹാർദ്ദത്തിന്റെ സ്ഥാനമാണ്. മതേതര രാഷ്ട്രമായ നമ്മുടെ രാജ്യം വിവിധങ്ങളായ മതങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ എല്ലാ മതവിഭാഗത്തിന്റെയും ആളുകൾക്ക് അവരവരുടെ മതവിശ്വാസപ്രകാരം ജീവിക്കുവാനും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രബോധനം ചെയ്യുവാനുമുള്ള അവകാശം ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ട്. ഇത്രയേറെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ലോകത്ത് മറ്റേത് രാഷ്ട്രങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇപ്പോൾ വൈര്യത്തിന്റെ മനസ്സുകൾ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. മതങ്ങളുടെ പേരിൽ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന രീതി, ജാതീയതയും വർഗീയതയുമൊക്കെ ശക്തിപ്പെടുത്തി അസഹിഷ്ണുത നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് മതങ്ങളാണ് കരുവാക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ വേദനയാണ് എനിക്ക് ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നതിൽ ഉള്ളത്. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള പ്രചാരത്തിലുള്ള ഒരു മതവും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളോട്, ക്രൈസ്തവ വിശ്വാസികളോടും മതങ്ങളിൽ വിശ്വസിക്കാത്തവരോടും എല്ലാ മതവിശ്വാസികളോടും മതത്തെ യഥാർത്ഥത്തിൽ പഠിക്കുകയാണെങ്കിൽ മതത്തിൽ ഒരു തീവ്രവാദവും ആർക്കും കാണാൻ കഴിയില്ല. മതം പഠിക്കാത്ത മതഭ്രാന്തന്മാരാണ് നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് 630 വർഗീയ കലാപങ്ങൾ ഉണ്ടായി എന്ന് ഔദ്യോഗികമായ കേന്ദ്രത്തിന്റെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നു. 10 മാസങ്ങൾക്കുള്ളിലാണ് ഈ 630 വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആരാണ് സത്യത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഇസിൽ എന്ന് പറയുന്ന സംഘടന. ഈ ഇസിൽ മുസ്ലിം തീവ്രവാദി പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇസിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ലോകത്തൊരു മുസ്ലിമിനും അഭിപ്രായമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാറോട് ചേർത്ത് പിടിക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു മതവിശ്വാസിക്ക് എങ്ങനെയാണ് തീവ്രവാദിയാകാൻ സാധിക്കുന്നത്? പിഞ്ചു കുട്ടികളെ, പ്രായം ചെന്ന അച്ഛനമ്മമാരെ, അവര് ഏത് മതവിശ്വാസികളാകട്ടെ,
സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ച് പൊട്ടിത്തെറിച്ചു അങ്ങാടികളിലും മാർക്കറ്റുകളിലും ലോഡ്ജുകളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഇരച്ച് കയറിച്ചെന്ന് കയ്യിൽ കരുതി വെച്ച തോക്കുകളിൽ നിന്ന് വെടിയുതിർക്കുവാനും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ആരാണ് ഇവർക്ക് ഇതിന് അവകാശം നൽകിയിട്ടുള്ളത്? സ്വർഗം കിട്ടാൻ വേണ്ടിയിരുന്നതെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്നത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഈ മദ്രസ കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് ഇവിടെ തടിച്ചുകൂടിയ എല്ലാ സഹോദരങ്ങളോടും, പ്രത്യേകിച്ച് ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത സഹോദരങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സ്വർഗം പരലോകത്തുള്ള രക്ഷയുടെ വീടാണ്. സ്വർഗം മോക്ഷത്തിന്റെ ഭവനമാണ്. ആ പരലോകത്തുള്ള മോക്ഷത്തിന്റെ ഭവനമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് തിൽക ദാറുൽ ആഖിറ, സ്വർഗം. നജഅലുഹാ, നമ്മളത് ഒരുക്കി വെച്ചിരിക്കുന്നു. ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്ക്, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്ത കക്ഷികളാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. അവർക്കാണ് അന്തിമ വിജയം, അവർക്കാണ് സ്വർഗം എന്ന് വളരെ സ്പഷ്ടമായി അല്ലാഹുവിന്റെ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അക്രമം, ഫസാദുകൾ, കുഴപ്പങ്ങൾ, ഇതിനെയൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി കടന്ന് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല. അറിയാൻ വേണ്ടി ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. കർണാടക സർക്കാർ മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിന ആഘോഷ പരിപാടി ഔദ്യോഗികമായി സംഘടിപ്പിച്ച ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് മഹാനായ ടിപ്പു സുൽത്താനെതിരെ ചില പ്രതിഷേധങ്ങൾ ഇവിടെ വന്നു. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു പ്രതിഷേധമാണ് ആ പ്രതിഷേധം. കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ മഹാനരായ ടിപ്പു സുൽത്താൻ ഒരു രാജ്യദ്രോഹിയായിരുന്നു, മതഭ്രാന്തനായിരുന്നു. അനവധി ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് പള്ളികളാക്കിയ ഒരു ഭീകരവാദിയാണ് മഹാനരായ ടിപ്പു സുൽത്താൻ എന്നാണ് ചിലരെങ്കിലും എഴുതുകയും പറയുകയും ചെയ്തത്. എന്താണ് സത്യത്തിൽ മഹാനരായ ടിപ്പു സുൽത്താൻ ഒരു വർഗീയവാദിയായിരുന്നോ? ടിപ്പു സുൽത്താൻ ഒരു രാജ്യദ്രോഹിയായിരുന്നോ? ഇന്ത്യയിലെ ഏത് ക്ഷേത്രങ്ങളാണ് മഹാനരായ ടിപ്പു സുൽത്താൻ മസ്ജിദുകളാക്കി മാറ്റിയെടുത്തിട്ടുള്ളത്? എന്റെ സഹോദരങ്ങൾ അറിയണം. ക്രിസ്തുവർഷം 1751 ജനിച്ച വ്യക്തിയാണ് മഹാനരായ ടിപ്പു സുൽത്താൻ. പിതാവ് ഹൈദർ അലിയുടെയും മാതാവ് ഫഖറുന്നിസയുടെയും മകനായി ജനിച്ചവരാണ് ടിപ്പു സുൽത്താൻ. 1745 ഇവരുടെ വിവാഹം നടന്നിട്ടുണ്ട്. പക്ഷേ 6 വർഷമായി ഹൈദർ അലിക്ക് മക്കളുണ്ടായിരുന്നില്ല. 6 വർഷത്തിന് ശേഷമാണ്
മഹാനായ ടിപ്പു സുൽത്താൻ ഔലിയയുടെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ട് അവർക്കുണ്ടായ കുട്ടിയാണ് ടിപ്പു സുൽത്താൻ. അതുകൊണ്ടാണ് അവരെ പേര് തന്നെ ഹൈദരലി അവരുടെ മകനിടാനുള്ള കാരണവും. ഈ മഹാനരായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ തെറ്റായ ഒരു വാർത്ത പടച്ചുവെച്ചത് എന്നെ കേട്ടു നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും അറിയണം. ടിപ്പുവിന്റെ ഏറ്റവും വലിയ വിരോധികളായിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ടിപ്പു ഒരു വർഗീയവാദിയായി ഇവിടെ ചിത്രീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ടിപ്പുവിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ ആരും ശബ്ദിക്കാതിരുന്ന കാലത്ത് പോലും ദക്ഷിണേന്ത്യയിലെ 2 യോദ്ധാക്കളാണ് ഇഞ്ചോടിഞ്ച് പുതി വെള്ളപ്പട്ടാളത്തെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് അടർക്കലത്തിലേക്ക് എടുത്തു ചാടിയവർ. അതിലെ ഒരാളാണ് മഹാനരായ ടിപ്പു സുൽത്താൻ. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താനെ ഒതുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ കാണിച്ച തന്ത്രം നിങ്ങൾ ആലോചിക്കണം. ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്ന മറാത്തികളെയും ഹൈദരാബാദ് നൈസാമിനെയും കർണാട്ടിക് നവാബിനെയും തിരുവിതാംകൂർ രാജാവിനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ടിപ്പുവിനെതിരെ പടപൊരുതിയത്. സത്യത്തിൽ ഈ കക്ഷികളൊന്ന് ബ്രിട്ടീഷുകാരെ പിന്തുണച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ നേരത്തെ തന്നെ മഹാനായ ടിപ്പു സുൽത്താന് സാധിക്കുമായിരുന്നു. എന്നാൽ ടിപ്പു സുൽത്താന്റെ യഥാർത്ഥത്തിലുള്ള ചരിത്രം ബോധപൂർവം അത് തേച്ചു മായ്ച്ചു കളയുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ചരിത്രം യാഥാർത്ഥ്യത്തോടുകൂടെ നിലനിൽക്കുന്നു. മഹാനരായ ടിപ്പു സുൽത്താന്റെ ചരിത്രത്തിലെ മായ്ച്ചു കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തിന്റെ വരികൾ ലണ്ടനിലെ ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലൈബ്രറികളിൽ ടിപ്പുവിനെ കുറിച്ചുണ്ടായിരുന്ന ചരിത്രരേഖകളും നശിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ബ്രിട്ടീഷുകാർ പടച്ചുണ്ടാക്കിയതുപോലെയുള്ള ഒരു ടിപ്പു സുൽത്താനെയായിരിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വായിക്കേണ്ടി വരിക. അതേപോലെ തന്നെ മഹാനായ ടിപ്പു സുൽത്താൻ നൽകിയ ക്ഷേത്രങ്ങൾക്കുള്ള ഗ്രാന്റുകളുടെ രേഖകൾ, യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് കന്നഡയിലും പേർഷ്യൻ ഭാഷകളിലുമുള്ള ടിപ്പുവിന്റെ ചരിത്രരേഖകളെ കുറിച്ച് പഠിക്കാൻ മുന്നോട്ട് വന്ന പണ്ഡിതർ യൂറോപ്യൻ പണ്ഡിതന്മാരാണ് എന്നെന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ശാസ്ത്രീയ പണ്ഡിതന്മാരും യഥാർത്ഥത്തിലുള്ള ടിപ്പുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ടിപ്പുവിന്റെ ചരിത്രത്തിൽ വൻ അട്ടിമറിയാണ് നടന്നിട്ടുള്ളത്. ഇനി മഹാനരായ ടിപ്പു സുൽത്താനെ കുറിച്ച് ഏറ്റവും വലിയൊരു ആരോപണം, ഞാൻ സുദീർഘമായി ഭാഗം പറയുകയില്ല, ഞാൻ പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥങ്ങളായിരിക്കണം. അത് മദ്രസകളായിരുന്നാലും സ്കൂളുകളായിരുന്നാലും ചരിത്രത്തെ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്തുമാത്രം വലുതായിരിക്കുമെന്ന് എന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. മലബാറുകളിൽ മഹാനരായ ടിപ്പു സുൽത്താൻ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഒരു പക്ഷേ ചരിത്രത്തിൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു പള്ളി ടിപ്പുവിന്റെ പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോഴിക്കോടുള്ള പട്ടാള പള്ളിയല്ലാതെ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ എവിടെയാണ് ഈ മലബാറിൽ പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ടിപ്പുവിന്റെ പ്രജകളിൽ എല്ലാ വിഭാഗം മതവിശ്വാസികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരെടുത്ത് പരിശോധിച്ചാൽ
മറ്റു ഉദ്യോഗസ്ഥന്മാരെടുത്ത് പരിശോധിച്ചാൽ അവർ മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ല, ധാരാളം ഹിന്ദു മതവിശ്വാസികൾ ഉണ്ടായിരുന്നു, മറ്റു മതവിശ്വാസികൾ ഉണ്ടായിരുന്നു. ഇനി മറ്റ് മതവിശ്വാസങ്ങളോടും വിശ്വാസികളോടും ടിപ്പു സുൽത്താൻ ഒരു വർഗീയ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മറാത്തികൾ ആക്രമിച്ചിട്ടുള്ള അമ്പലങ്ങളും മഠങ്ങളും ടിപ്പുവിന്റെ ചെലവിലാണ് നന്നാക്കി കൊടുത്തത് എന്ന് ചരിത്രം പറയുന്നു. മറാത്തികൾ അപഹരിച്ചിട്ടുള്ള ശൃംഗേരി മഠം, മറാത്തികൾ ആക്രമിച്ചിട്ടുള്ള ശൃംഗേരി മഠം, ആ ശൃംഗേരി മഠം ഭരണ ചെലവിലാണ് ടിപ്പു സുൽത്താൻ നന്നാക്കി കൊടുത്തത്. അതേപോലെ തന്നെ മറാത്തികൾ അപഹരിച്ചു കൊണ്ടുപോയ ശാരദാദേവിയുടെ വിഗ്രഹം സഹോദരങ്ങളെ മഹാനായ ടിപ്പു സുൽത്താനാണ് അതവിടെ പുനഃപ്രതിഷ്ഠിക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് മഠാധിപതി പ്രത്യേക പൂജ, ടിപ്പു സുൽത്താന്റെ ഭരണം നിലനിൽക്കാൻ വേണ്ടി മഠങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായ പൂജ വരെ നടത്തിയിരുന്നു എന്നാ ചരിത്രം പറയുന്നത്. ശൃംഗേരി മഠത്തിലേക്ക് 2 പല്ലക്കും പറയുന്നുണ്ടെന്ന് സ്വാമിക്കും മറ്റേത് ദൈവത്തിനുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ക്ഷേത്രത്തിലുള്ള പൂജാരികൾ ടിപ്പു സുൽത്താനോട് നന്ദി കാണിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലേറെ പുണ്യത്തോടെ അവർ വിതരണം ചെയ്യാനുള്ള പ്രസാദം മഹാനരായ ടിപ്പു സുൽത്താന് കൊടുത്തയച്ചിരുന്നത് എന്ന് ചരിത്രം പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എവിടെയാണ് സത്യത്തിൽ ടിപ്പു സുൽത്താൻ ഒരു വർഗീയ നിലപാട് മറ്റു മതവിശ്വാസികളോട് വെച്ചു പുലർത്തിയിട്ടുള്ളത്? ഇനി ഒരിക്കലും നമുക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. മഹാനായ ടിപ്പു സുൽത്താന്റെ കൊട്ടാരം നിൽക്കുന്നത് 5 പ്രമുഖ ക്ഷേത്രങ്ങൾക്കിടയിലാണ്. ആ ക്ഷേത്രങ്ങളിൽ, ആ കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പ്രമുഖ 5 ക്ഷേത്രങ്ങൾക്കും മഹാനരായ ടിപ്പു സുൽത്താൻ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ചരിത്രത്തിൽ മായാതെ കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ മലബാറിൽ പോലും ക്ഷേത്രങ്ങൾക്ക് ഭൂമിദാനം ചെയ്തത് ടിപ്പുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ആ താനൂരിലെ കേരളാധീശ്വര പുരക്ഷേത്രം, എന്നെ കേട്ടു നിൽക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ചരിത്രത്തെ തെറ്റിദ്ധരിച്ചു പോകരുത്, ടിപ്പുവിനെ തെറ്റിദ്ധരിച്ചു പോകരുത്. ഈ കേരളാധീശ്വര പുരക്ഷേത്രത്തിന് 1000 ഏക്കർ ഭൂമി, ക്ഷേത്രത്തിന് ഭൂമി ദാനം ചെയ്ത വ്യക്തിയാണ് മഹാനരായ ടിപ്പു സുൽത്താൻ. ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ 1000 ഏക്കർ ഭൂമി കാണുന്നില്ല. അതിന്റെ കാരണം ഇന്ന് മഹാനായ ടിപ്പു സുൽത്താനെതിരെ തെറ്റായ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നവരാലോചിക്കണം. ടിപ്പു സുൽത്താന്റെ ഭരണശേഷം ജന്മിമാര് കേസ് കൂടിയിട്ടാണ് ആ സ്വന്തപ്പെടുത്തിയിട്ടുള്ളത്, ആ സ്വത്ത് സ്വന്തപ്പെടുത്തിയിട്ടുള്ളത്. താനൂരിൽ മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിന് 800 ഏക്കർ ഭൂമി മഹാനായ ടിപ്പു സുൽത്താൻ ദാനം ചെയ്തത് ചരിത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ടിപ്പു സുൽത്താൻ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോയി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് പറയാൻ പറ്റുന്ന മഹാനരായ ടിപ്പു സുൽത്താന്റെ ചരിത്രം ഇന്ന് വിസ്മരിക്കപ്പെട്ടുപോയി. ഒരു രാജാവിന്റെയും പിൻതലമുറക്കാര് തെരുവുകളിൽ ചെരുപ്പ് കുത്തിയും റിക്ഷ വലിച്ചും ജീവിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ടിപ്പുവിന്റെ 6ാം തലമുറയെക്കുറിച്ച് നിങ്ങൾ കൊൽക്കത്തയിൽ ചെന്ന് നോക്ക്. അവരിന്ന് ചെരുപ്പ് കുത്തിയും റിക്ഷ വലിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയണം, ടിപ്പുവിന്റെ കൊട്ടാരത്തിലുള്ള ചരിത്ര പണ്ഡിതന്മാരെ പോലും തിരുത്തിച്ചുകൊണ്ട് ടിപ്പുവിനെതിരെ ചരിത്രം എഴുതിക്കുന്നതിൽ സാമ്രാജ്യത്വം ഇവിടെ ചരിത്രത്തെ വളരെ ശക്തമായ രീതിയിലുള്ള വളച്ചൊടിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചു വെക്കും. അതുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ കഴിഞ്ഞകാല ചരിത്രം അത് വളരെ കൃത്യതയോടെ ഇവിടെ നിലനിൽക്കണം. അതിന്റെ യഥാർത്ഥം ജനങ്ങളെ പഠിപ്പിക്കണം. ചരിത്രത്തെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കുന്നത് ഗുണപ്രദമല്ല.
ഇതാണ് മഹാനരായ ടിപ്പു സുൽത്താൻ പകർന്നു നൽകിയിട്ടുള്ള പാഠം. മഹാനരായ ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ഇന്ത്യക്കുണ്ടായ പുരോഗതിയിലേക്ക് ഞാൻ കിടക്കുകയാണെങ്കിൽ അനവധി പദ്ധതികൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ടിപ്പു സുൽത്താനെ എനിക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. ഞാനിപ്പോൾ എന്റെ പ്രഭാഷണ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതുപോലെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസഹിഷ്ണുതയെ വർദ്ധിപ്പിക്കുന്നതിൽ ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെയും ആവശ്യമില്ലാത്ത വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസകൾ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ ചരിത്രത്തിൽ വർഗീയതയില്ല, അസഹിഷ്ണുതയില്ല, തീവ്രവാദമില്ല. ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും അത്യുന്നങ്ങളിൽ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടുന്ന മുസ്ലിമും തോളോട് തോളുരുമ്മി ജീവിക്കണം. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സംഘടനാ വ്യത്യാസങ്ങളുടെയും പേരിൽ മനുഷ്യർ കലഹിക്കാൻ പാടില്ല. ഇത് നമ്മുടെ രാജ്യത്ത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. ഒരു മനുഷ്യന്റെയും ജീവൻ കവർന്നെടുക്കാൻ നമുക്ക് അനുമതിയില്ല. എല്ലാവരെയും സ്നേഹത്തോടെ നോക്കിക്കാണാൻ നമുക്ക് വിശാലമായ മനസ്സുണ്ടാകണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്ത് വളർന്നു വന്ന രീതി മസിൽ പവറിന്റെയോ കയ്യൂക്ക് ബലത്തിന്റെയോ പേരിലായിരുന്നില്ല. മറിച്ച് പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ നയങ്ങളും നിലപാടുകളുമാണ് ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത് എന്ന് എന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. ആധുനിക കാലത്ത് ഇസ്ലാമിന്റെ നിയമങ്ങൾ വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് വളരെയധികം അശ്ലീലതയും വൃത്തികേടുകളുമാണ് ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണ് ഫറൂഖ് കോളേജ്. ആ ഫറൂഖ് കോളേജിൽ കഴിഞ്ഞ ഒക്ടോബർ 2 സഹോദരങ്ങളെ, ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുകൊണ്ട് മലയാളം ഉപഭാഷാ ക്ലാസ്സിൽ അവര് പിറകിലെ ബെഞ്ചിൽ ഒന്നിച്ചിരിക്കുന്നു. അധ്യാപകൻ ഈ രംഗം കണ്ടപ്പോൾ, പതിവിലും വിപരീതമായ ഈ രംഗം കണ്ടപ്പോൾ ഇതെന്താന്ന് ചോദിച്ചു. മറ്റു കുട്ടികൾ തന്നെയും ഈ വിഷയത്തിൽ അവരോട് വാഗ്വാദങ്ങൾ ക്ലാസ് റൂമിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ അധ്യാപകൻ തന്റെ പ്രതിഷേധം അറിയിച്ചപ്പോ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ചില കുട്ടികൾ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയ കുട്ടികളിൽ ഒരു കുട്ടിയല്ലാത്ത മറ്റെല്ലാ കുട്ടികളും അധ്യാപകനോട് മാപ്പ് പറഞ്ഞ് ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നാൽ അതിലെ ഒരു കുട്ടി ചാനലുകളെയും മാധ്യമങ്ങളെയും മീഡിയകളെ സ്വാധീനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണം എന്ന വിഷയം പറഞ്ഞു ഒച്ചപ്പാടുകൾ സൃഷ്ടിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു, കായിക മേഖലയിലും പി.ടി. ഉഷ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചു ഒരേ സ്ഥലത്ത് മത്സരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് സത്യത്തിൽ
ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നവരുടെ താല്പര്യം എന്താണ്? ലിംഗവിവേചനമാണ് അവിടെ കാണിക്കുന്നത് എന്നവർ പറയുന്നു. ഞാൻ ചോദിക്കുന്നു, യൂറോപ്യൻ നാടുകൾക്ക് വന്ന അപകടം എന്താണ്? സ്ത്രീകളുടെ അതിരുവിട്ട രംഗപ്രവേശനമാണ് യൂറോപ്പിനെ സെക്സ് റാക്കറ്റുകളുടെ അരങ്ങുഭൂമിയാക്കി മാറ്റിയതെങ്കിൽ കേരളത്തിൽ, ഇന്ത്യയിൽ നാം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് എഴുതുന്നവരും ഈ വിഷയത്തിൽ ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കുന്നവരും ഒരു വേള അവരാലോചിക്കണ്ടേ, അവരാരെങ്കിലും പ്രായപൂർത്തിയെത്തിയ അവരുടെ പെൺകുട്ടികളെ അന്യപുരുഷന്മാരോടൊന്നിച്ച് ഇരുത്താനും കെട്ടിപ്പിടിക്കാനും സ്നേഹത്തിന്റെ ശരീരഭാഷയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചുംബനം, അതാ പുതിയ എഴുത്തുകാർ പറയുന്നത് സ്നേഹത്തിന്റെ ശരീരഭാഷയാണ് പോലും ചുംബനം. ആ ചുംബനം ഒരു സമരമാക്കിക്കൊണ്ടുവന്നു. കുറച്ചു മുമ്പ് കേരളം കണ്ടു ഞെട്ടിപ്പോയി. ഒരു കൂട്ടം ലജ്ജയില്ലാത്ത ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തെരുവിലേക്കിറങ്ങി അവർ പരസ്യമായി ചുംബിക്കാൻ വന്നു. ഇതിന്റെ പേരിൽ പല വിഷയങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായി. പക്ഷേ ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കണ്ടോ നിങ്ങൾ, ഈ ചുംബന സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു രാഹുൽ പശുപാലൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു മനുഷ്യനാണോ എന്ന് വരെ നമ്മൾ സംശയിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രശ്മി നായർ എന്ന് പറയുന്ന സ്ത്രീ. ആ പശുപാലനും രശ്മി നായരും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നമ്മുടെ കേരളം ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു ആഭാസകരമായ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന ഈ രണ്ടു വ്യക്തികൾ ഓൺലൈൻ രംഗത്തുള്ള സെക്സ് റാക്കറ്റിന്റെ സൂത്രധാരകന്മാരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. ഇവിടെയാണ് എന്നെ കേട്ടു നിൽക്കുന്ന സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മതം സ്ത്രീകൾക്ക് ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പെണ്ണുങ്ങളെ അടുക്കള പുഴുക്കളാക്കുകയാണ് എന്നാരും ധരിച്ചു പോകരുത്. അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനരായ ഉസ്താദ് അവറുകൾ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, ഭരണകൂടങ്ങളോട് പറഞ്ഞു, ഈ വിഷയം ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പാണ് എന്നുള്ളത്. നമുക്കറിയാം, പരിശുദ്ധമായ സ്ത്രീകളെ അവഗണിച്ച ഒരു മതം അല്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവുക, ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ച ഒരു മതമാണ് എന്നാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ പെണ്ണുങ്ങളുടെ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ. ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ ചാടി മരിക്കേണ്ട സമ്പ്രദായം നമ്മുടെ ഈ രാജ്യത്ത് നിലനിന്നിരുന്നില്ലേ എന്റെ സഹോദരങ്ങളെ? എന്തിനേറെ പറയണം, ഇസ്ലാമിന്റെ ആദ്യകാലം, ജാഹിലിയ്യ കാലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലം. ഇന്ന് ചില മുസ്ലിം എഴുത്തുകാരികൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീ വിരോധിയായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 58-ാമത്തെ ആയത്ത് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തിന്റെ തോന്നിവാസം വരച്ചു കാണിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങൾ അറിയണം, ഖുർആൻ അതിങ്ങനെയാ പറയുന്നത്, وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنْثَى
വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കലീം. എന്താ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്? ജാഹിലിയ കാലത്ത് കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന സന്തോഷ വാർത്ത അറിയിച്ചാൽ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കലീം, പിറന്നു വീണത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ വാർത്ത കേൾക്കുന്നവന്റെ മുഖം കറുത്തുപോവുകയാണ്. അപമാനഭാരം കൊണ്ടവന്റെ മുഖമാകെ കറുത്തിരുളുകയാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആധുനിക സമൂഹത്തിലുണ്ട്, ഇപ്പോഴുണ്ട് ഒരു ചെറിയ തോന്നിയാസമൊക്കെ. ഒരാൾക്കൊരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഭാര്യ പ്രസവിച്ചോ? പ്രസവിച്ചു. എന്താ കുട്ടി? പെൺകുട്ടിയാ. നമ്മൾ വേറെ രീതിയിലാണ് സത്യത്തിൽ. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയും, ഈ ഒരു ഡയലോഗിൽ നമ്മുടെ മുഖത്ത് പ്രകടമാകുന്നില്ലേ? പെൺകുഞ്ഞുങ്ങൾ വീടിന്റെ ബറക്കത്തുകളാണ്. എന്താ സംശയമുള്ളത്? 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹം പെണ്ണുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നില്ല. ആധുനിക സമൂഹം ഗർഭചിത്രം നടത്തി പെൺകുട്ടികളെ വയറ്റിൽ നിന്ന് തന്നെ കൊന്നുകളയുന്ന ചുറ്റുപാടാണ്, സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് വരാനുള്ള സാഹചര്യം 6-ാം നൂറ്റാണ്ടിലെ സമൂഹം നൽകിയിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു ചെറിയ വെളിച്ചം പോലും കാണാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് 21-ാം നൂറ്റാണ്ടിലെയും ആധുനിക സമൂഹവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, പിറന്നു വീണത് പെൺകുഞ്ഞാണെന്നവരറിയിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവരുടെ മുഖമാകെ വിവർണമാവുകയാണ്, കറുത്തിരുളുകയാണ്. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പെൺകുഞ്ഞാണ് ജനിച്ചതെന്ന സന്തോഷ വാർത്ത അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അപമാനഭാരം കൊണ്ടവർ ചിന്തിക്കുന്നതെന്താ? ഈ പെൺകുട്ടിയെ ഞാൻ അപമാനം പേറി വെച്ചുകൊണ്ടിരിക്കണോ, അതല്ല ഈ പെൺകുട്ടിയെ 6 അടി മണ്ണിലേക്ക് കുഴിച്ചു മൂടണോ എന്നാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറയുന്നു, അവരുടെ ബുദ്ധി എത്ര മോശം. ഇതായിരുന്നു സത്യത്തിൽ ജാഹിലിയ കാലത്തെ സ്വഭാവം. ഇന്ന് സ്ത്രീ വിചാരങ്ങളുടെ പേരിൽ, വിഷയങ്ങളുടെ പേരിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കണം, ഇതായിരുന്നു സത്യത്തിൽ 6-ാം നൂറ്റാണ്ടിലെ ഒരു സ്വഭാവം. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് മാനവ സമൂഹത്തോട് പറഞ്ഞത്, പെൺകുഞ്ഞ് ബറക്കത്താണ്, പെൺകുഞ്ഞുങ്ങൾ ബറക്കത്തുകളാണ്. അതുപോലെ തന്നെ ഒരിക്കലും അവരെ കുഴിച്ചു മൂടരുത്. പെൺകുട്ടികൾക്കും പ്രാണവായു ശ്വസിക്കുവാനുള്ള അവകാശം വാങ്ങിച്ചു കൊടുത്ത ലോകത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീ വിമോചകനാണ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകനാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, എന്നെ കേൾക്കുന്ന സഹോദരിമാരറിയണം, പ്രിയപ്പെട്ട പെങ്ങളെ, ഇസ്ലാം നിന്നെ അവഗണിച്ചിട്ടില്ല, നിന്നെ പരിഗണിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വചനം മാത്രം മതി. പെണ്ണിനുള്ള മതത്തിലുള്ള സ്ഥാനമെന്താൻ? ആരാ പറഞ്ഞത് ഇസ്ലാം പെണ്ണുങ്ങൾ അവഗണിക്കുന്നു എന്ന്? ആർക്ക് പറയാൻ സാധിക്കും ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്? സ്വാതന്ത്ര്യത്തെ തെറ്റായി മനസ്സിലാക്കി ഇത് തിരുത്തുകയല്ലാതെ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുകയല്ല വേണ്ടത്. ആരംഭപ്പോഴായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്ന ദുനിയാ കുല്ലഹാ മതാഅ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹാ. ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്, എന്റെ സഹോദരിമാരറിയണം, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കുള്ള പവർ നോക്കല്ലാന്റെ റസൂല് പറയുന്നത്, ഒരു മനുഷ്യൻ ഈ നശിക്കാൻ പോകുന്ന ലോകത്ത് വെച്ച് സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ജീവിത പങ്കാളിയായ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ ജീവിതത്തിലേക്ക് കിട്ടലാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ ആരംഭപ്പൂവായ ആക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടുക എന്നതാണ്
ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ വെച്ച മനുഷ്യന്റെ ഏറ്റവും വലിയ മഥാൾ, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ചരക്ക്. പക്ഷേ ഇത് പറഞ്ഞ ഇസ്ലാം ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾക്ക് എല്ലാ രംഗത്തും പ്രവേശനങ്ങൾ നൽകിയിട്ടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്. ആ മതത്തെ സ്ഥാപിച്ച സ്രഷ്ടാവായ അള്ളാഹുവാണ് ഇതിന്റെ നിയമങ്ങളും സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 50% സംവരണം നമ്മുടെ നാട്ടിൽ വന്നു. ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ ഇലക്ഷനുകളിലൊക്കെ ധാരാളം പെണ്ണുങ്ങൾ മത്സരിക്കേണ്ടതായി വന്നു. എന്നാൽ മുസ്ലിം പെണ്ണുങ്ങൾ, ഇസ്ലാമിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇസ്ലാം മതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചാണല്ലോ പറയുക. പൊതുരംഗത്തേക്ക് വരുന്നതിന്റെ മതപരമായ വിധി എന്താണ്? യാതൊരു സംശയവുമില്ല, ഇസ്ലാം പൊതുരംഗ പ്രവേശനത്തിന്റെ മുഴുവൻ കവാടങ്ങളും അടച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പെണ്ണുങ്ങൾക്ക് അങ്ങനെ പൊതുരംഗത്തേക്ക് വരാമായിരുന്നുവെങ്കിൽ ആണുങ്ങളെപ്പോലെ നിസ്കരിക്കാൻ ജുമുഅക്കും ജമാഅത്തിനുമൊക്കെ പെണ്ണിന് വരാമായിരുന്നു. പക്ഷേ ഇസ്ലാം അത് അനുവദിച്ചു നൽകിയിട്ടില്ല. ഉമ്മമാരെല്ലാം പള്ളിയിൽ വെച്ച് അല്ല നിസ്കരിച്ചത്, മഗ്രിബ് വീട്ടിൽ വെച്ച് നിസ്കരിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ സദസ്സിലേക്ക് വന്നത്. എന്തേ അതിന്റെ കാരണം? എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളൊക്കെയും പള്ളികളിലായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാവുക. പള്ളികളിൽ ആണുങ്ങൾ നിസ്കരിക്കുമ്പോൾ ആണുങ്ങളുടെ നിസ്കാരത്തിന് പ്രതിഫലം കൂടുന്നു. അതാണ് മതത്തിന്റെ നിയമം. ഒരാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, മറ്റൊരാള് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു. രണ്ടും മഗ്രിബ് നിസ്കാരം, രണ്ടും ജമാഅത്തായി തന്നെ നിസ്കരിച്ചു എന്ന് വെക്കുക. വീട്ടിലും ജമാഅത്തായിട്ട് തന്നെയാണ് നിസ്കരിച്ചത്. എന്നാൽ ജമാഅത്തായിട്ട് വീട്ടിൽ നിസ്കരിച്ചവർക്കും പള്ളിയിൽ വെച്ച് നിസ്കരിച്ചവർക്കും ഇസ്ലാമിൽ ഒരു കൂലിയല്ല ഉള്ളത്. ഇത് വളരെ വ്യക്തമാണ്. എന്നാൽ വീട്ടിൽ വെച്ച് ഒരു കൂട്ടം പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നു, അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്നു. ഞാൻ എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒരു പുണ്യം വീട്ടിൽ വെച്ച ഈ താത്തമാർക്ക് നിസ്കരിച്ചതിന് കിട്ടുന്നതിനേക്കാൾ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച മുസ്ലിം സ്ത്രീകൾക്ക് പുണ്യമുണ്ടെന്ന് അള്ളാന്റെ റസൂലിന്റെ ഏതെങ്കിലും ഒരു തിരുവചനത്തിലുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞതെന്താ? ഒരു പെണ്ണ് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമുള്ളതായ സ്ഥലമേതാണ്? ഖൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന. പെണ്ണിന്റെ ഉത്തമമായ പള്ളി എന്ന് പറയുന്നത് അന്യപുരുഷന്മാര് ജുമുഅക്ക് പോകുന്ന പള്ളിയല്ല, അന്യപുരുഷന്മാര് ജമാഅത്തിന് മേളിക്കുന്ന പള്ളിയല്ല. അള്ളാന്റെ റസൂല് പറയുന്ന ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി എന്ന് പറയുന്നത് അവളുടെ വീടിന്റെ അന്തർഭാഗമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറഞ്ഞത് അതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതാ. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് ഉത്തമമാണ് അവരുടെ വീടെന്ന് പറയുന്നത്. അവിടെയുള്ള നിസ്കാരമാണ് പെണ്ണിന് ഉത്തമം, ഖൈർ വീടാണ്. ഇതാണ് ഇസ്ലാമിന്റെ നയം. ആരാധനാ കാര്യങ്ങൾക്ക് പോലും ഒരു പെണ്ണ് വീട് വിട്ട് പുറത്തിറങ്ങേണ്ടതില്ല. എന്നിട്ടാണോ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ? എന്നിട്ടാണോ വാർഡുകളിൽ മെമ്പറാകാൻ? ഒരു പെണ്ണിന്റെ ഔറത്തെന്ന് പറയുന്നത് എന്താണ്? നാട്ടിലേതെങ്കിലും സംഭരണ നിയമങ്ങൾ മാറി മറിഞ്ഞു വന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർക്ക് മാറ്റാൻ വകുപ്പില്ല. പിന്നെ നാട്ടുകാർക്കനുസരിച്ച് അല്ലെങ്കിൽ അപ്പപ്പോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയത്തും ഹദീസും ദുർവ്യാഖ്യാനമൊക്കെ നടത്തുന്നവർക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. എങ്ങനെ? ജനറൽ സീറ്റിൽ ഹറാമും സംവരണ സീറ്റിൽ ഹലാലും. ഇതൊക്കെ അവനാന്റെ യുക്തി എന്നല്ലാതെ ഇതിനൊന്നും മതപിന്തുണയില്ല. അതല്ലെങ്കിൽ
പെണ്ണ് പൊതുരംഗത്തേക്ക് വരൽ തെറ്റി എന്ന് പറഞ്ഞതെല്ലാം സംവരണം വരുന്നതിന്റെ മുമ്പത്തേക്ക് വെച്ചോളണം. സംവരണം വന്നു കഴിഞ്ഞ ശേഷം ആ പറഞ്ഞ ആശയങ്ങളുടെ പ്രസക്തി തീരുകയാണ്. രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കേണ്ടി വരും. എന്തൊരു തമാശയാണ് ഈ പറയുന്നതൊക്കെ. ഇവിടെ എന്റെ സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്റെ ഉമ്മമാരൊരു സാധ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അച്ചടക്കത്തിന്റെ പര്യായങ്ങളായി വീട്ടിൽ കഴിഞ്ഞിരുന്ന മുസ്ലിം സഹോദരിമാര് അവരിന്ന് അച്ചടക്ക രാഹിത്യമുള്ളവരായി. ഒരു പെണ്ണിന്റെ കൂടപ്പിറപ്പാണ് ഹയാ എന്ന് പറയുന്നത്, അല്ലേ? ഒരു പെണ്ണിന്റെ കൂടപ്പിറപ്പാണ് ഹയാ. പക്ഷേ ഹയാ, ലജ്ജ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു. എത്ര മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നു, തുറന്ന വാഹനങ്ങളിൽ കൈവീശിക്കൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു. ഖുർആനിലെ ഏത് ആയത്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ന്യായീകരിക്കുക? ഏത് ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഇതിനെല്ലാം നമ്മൾ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക? ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ സഹോദരങ്ങളെ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ. ഉമ്മമാരെ കേൾക്കണം, എന്റെ സഹോദരിമാരറിയണം, ഹയാ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഹയാ നഷ്ടപ്പെടുത്തരുതേ സഹോദരിമാരെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുമ്പോ ചുംബന സമരങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഉയർത്തിയതാണ്. ചുംബന സമരങ്ങൾ നടക്കുന്ന ഒരു കാലം നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂര്യൻ പടിഞ്ഞാറിയെന്ന് ഉദിക്കുന്നത് പ്രതീക്ഷിക്കണമെന്ന, അത് ലോകാവസാനത്തിന്റെ അടയാളമാകാതെ വെറുതെ പറയുന്നതല്ല. ലോകം അവസാനിക്കാറാകുമ്പോ, ലോകം നശിക്കാറായി തുടങ്ങുന്ന സമയത്ത് ഈ ഭൂമി ലോകത്തിൽ നിന്ന് 4 കാര്യങ്ങൾ അല്ലാഹു അങ്ങ് ഉയർത്തിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ എന്റെ പ്രിയപ്പെട്ടവരെ. അതിലൊന്നാണ് സ്ത്രീകളുടെ ഹയാ ഉയർത്തിക്കളയാ എന്ന് പറയുന്നത്. യർഫഉല്ലാഹുൽ ഹയാ മിനൻ നിസാ. പെണ്ണിന്റെ ഹയാ ഉയർത്തപ്പെടുന്ന കാലം വരിക, ആ കാലം ഖിയാമത്ത് നാളിന്റെ അലാമത്താൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹയാഉ മിനൽ ഈമാൻ. ഹയാ ഈമാനിൽ പെട്ടതാണ്. വൽ ഈമാനു ഫിൽ ജന്ന. ഈമാൻ സ്വർഗ്ഗത്തിലും പെട്ടതാണ്. എന്നാൽ ഇതിന്റെ നേരെ വിപരീതം അതേതാ? ബദാ എന്ന് പറയുന്നത്. വൽ ബദാഉ, അല്ലാഹുവിന്റെ റസൂൽ തുറന്നുകൊണ്ട് പറയുകയാ, വൽ ബദാഉ മിനൽ ജഫാ. ബദാ എന്ന് അറബി പറഞ്ഞ അതിന്റെ അർത്ഥം ലജ്ജരാഹിത്യം എന്ന, ഹയാ ഇല്ലായ്മ, ഉടുപ്പില്ലായ്മ. ആ ബദാ ജഫായിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ശൂന്യതയാണത്. സാംസ്കാരിക ശൂന്യതയാണ്. സംസ്കാരമാണ് നശിക്കുന്നത്. ഇസ്ലാമിന്റെ സംസ്കാരമെന്ന് പറയുന്നത് അന്യപുരുഷന്മാരോടൊന്നിച്ചുകൊണ്ടൊരു പെണ്ണ് കറങ്ങലല്ല, പഞ്ചായത്തിന്റെ കസേരയിൽ പോയി ഇരിക്കലല്ല. ആരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയാലും അല്ലാഹുവിന്റെ ദീന് കലർപ്പില്ലാതെ പറയാൻ ആലിമീങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കണം. എത്ര വിമർശനങ്ങൾ നേരിട്ടാലും ഇതിലൊക്കെയുള്ള സത്യസന്ധമായ ആശയം പറയാൻ, കാലം ഏതൊക്കെ കോലത്തിൽ വന്നാലും, സംവരണം എത്ര കൂടി വന്നാലും, ഇസ്ലാമിന്റെ നയങ്ങളും നിലപാടുകളും ഖുർആനിന്റെ ആശയങ്ങളും തിരുവചനങ്ങളിലുള്ള സന്ദേശങ്ങളും മാനവ സമൂഹത്തിന് കൃത്യമായി പറഞ്ഞുകൊടുക്കാൻ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം, അതാണ് മഹാനായ സുലൈമാൻ ഉസ്താദിന്റെയും ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹുവിന്റെ ദീന് പറയാതിരിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ എത്ര വിമർശനങ്ങൾ നേരിട്ട് വന്നാലും. AP ഉസ്താദിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, സംവരണ വിഷയത്തിൽ അങ്ങയുടെ കാഴ്ചപ്പാട്. 50% സംവരണം തന്നെ കൊടുത്തത് കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തെല്ലാം ഒച്ചപ്പാടുകൾ. അപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ, ഈ വിഷയത്തിൽ നിങ്ങൾ ഏറെ എതിർപ്പ് നേരിട്ട ഒരു വ്യക്തിയാണ്. ഉടനെ ഉസ്താദ് പ്രതികരിച്ചു. ആ പ്രതികരണം നിങ്ങൾ കേട്ടതാ? നമ്മൾ അറിഞ്ഞു ആ പ്രതികരണം. എന്തേ ഉസ്താദ് പറഞ്ഞത്? വിമർശനം വരുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല, ദീനിന്റെ നിയമം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ആലിമീങ്ങൾ.
ആലോചിച്ചു നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജഫാഉ മിനന്നാർ, സാംസ്കാരിക ശൂന്യത നരകത്തിലേക്കാണ്. മുസ്ലിം പെണ്ണുങ്ങൾ അച്ചടക്കത്തോടെ കഴിയേണ്ടവരാ. ഇന്നത്തെ ആധുനിക കാലം എവിടെയെത്തി? മുസ്ലിം സഹോദരിമാരുടെ ഉളുപ്പില്ലായ്മ എന്ന് വളരെ പ്രകടമാണ്, ഇല്ലേ? പർദ്ദധാരികളെന്ന് പറയുന്ന പെണ്ണുങ്ങൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ സാംസ്കാരിക ശൂന്യതയോടെ ജീവിക്കുന്ന ഒരവസ്ഥയാ സംവരണം കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നുപോയത്. നിങ്ങൾ ആലോചിച്ചു നോക്കാം. അപ്പൊ പെണ്ണ് ആണ്, ഇവർക്ക് തുല്യ പങ്കാളിത്തം എല്ലാ കാര്യത്തിലും കൊടുക്കണം. ഇതാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നതിന് രക്തചുരുക്കം. ഖുർആൻ പറയുന്നത് എന്താ അറിയോ? ലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും ഒരുപോലെ അല്ലാന്ന് ഖുർആൻ പറയുന്നത്. ഇവിടെ ആണിനും പെണ്ണിനും തുല്യ സ്ഥാനം എല്ലായിടത്തും കൊടുക്കണം എന്നാ. ഈ ബസ്സിൽ പ്രത്യേക സ്ത്രീകൾക്കായിട്ട് സംവരണ സീറ്റൊന്നും വേണ്ട, കിട്ടുന്ന സീറ്റിൽ ഇരുന്നോളണം. ആണുങ്ങൾ ഇരുന്നാ പിന്നെ ഒരൊറ്റ നിന്നോട് നീപ്പിക്കാനും പാടില്ല. സർക്കാരിന് കഴിയോ? ലോകത്ത് എത്ര കഠിനാധ്വാനമായ പ്രയാസകരമായ തൊഴിൽ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. എന്തേ അതിന്റെ കാരണം? അള്ളാഹ് മനുഷ്യരെ പടച്ചപ്പോ ആണുങ്ങളെന്നും പെണ്ണുങ്ങളെന്നും ഇങ്ങനെ വിഭാഗങ്ങളെ പടച്ചു. അവർക്ക് കഴിവ് ഒരുപോലെയല്ല. അതാ ഫെമിനിസ്റ്റുവാദികൾ മനസ്സിലാക്കേണ്ടത്. പേന ഉന്തികൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ. അത് ഇസ്ലാം മാത്രം പറയുന്ന കാര്യമാണോ? ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് ഖുർആൻ മാത്രമല്ല പറയുന്നത്, ശാസ്ത്രം പറയുന്നില്ലേ? ആധുനിക ശാസ്ത്രം പറയുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആധുനിക ശാസ്ത്രപ്രകാരം അവര് പഠിച്ച വിവരാ പറയുന്നത്. ഒരു മനുഷ്യന്റെ ബുദ്ധി ആണിനും പെണ്ണിനും ഒരുപോലല്ല കൊടുത്തിട്ടുള്ളത്. പഴമക്കാര് പറയുന്നത് കേട്ടില്ലേ? അല്ലെങ്കിൽ ഒരു ചൊല്ലന്നല്ലേ പെൺബുദ്ധി പിൻബുദ്ധിന്ന്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതാ ശാസ്ത്രം പറയുന്നത്, പുരുഷന്റെ തലച്ചോറ് 1375 ഗ്രാം ഉണ്ടാവും തൂക്കുകയാണെങ്കിൽ. എന്നാൽ ഒരു പെണ്ണിന്റെ തലച്ചോറ് ഇത്രയില്ല. അത് ഇസ്ലാം പറയുന്നത് ആധുനിക. എന്നിട്ട് പറയും ഈ സമത്വവാദത്തിന് വേണ്ടിയിട്ടുള്ള എഴുന്നള്ളിക്കലുകൾ. ആധുനിക ശാസ്ത്രം പഠിച്ച് പറയുന്നത് 1375 ഗ്രാമ പുരുഷന്റെ തലച്ചോറെങ്കിൽ സ്ത്രീ പുരുഷ സമത്വവാദത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരെ, ആണിനും പെണ്ണിനും തുല്യ പദവികൾ എല്ലാ മേഖലകളിലും കൊടുക്കണമെന്ന് പറയുന്നവരെ പറയൂ, പെണ്ണിന്റെ തലച്ചോറ് എത്രയാ? ശാസ്ത്രത്തോട് ചോദിച്ചിട്ട് പറ. അപ്പോ ശാസ്ത്രം പറയും 1260 ഗ്രാമേ പെണ്ണിന്റെ തലച്ചോറുള്ളൂ. 1260 ഗ്രാം. എങ്ങനെ ഈ പെണ്ണും ആണും ബുദ്ധിയുടെ കാര്യത്തിൽ ഒരുപോലെയാകും? അതല്ല, പുതിയ നമ്മുടെ ഫെമിനിസ്റ്റുവാദികൾക്കൊക്കെ ഒരു പുതിയ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറ. 1375 ഗ്രാമുള്ള പുരുഷനും പെണ്ണിനാ തലച്ചോറ് 1260 ഉണ്ടായാൽ മതി മൊയ്ലിയരെ. ചോറിനേക്കാളും ബുദ്ധിന്റെ കാര്യത്തിൽ അങ്ങ് ഞങ്ങൾ കുതിച്ചു ചാടുമെന്നാണെങ്കിൽ ആ പുതിയ കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള ആ പ്രതിഭാസം ഒന്ന് നിങ്ങൾ വെളിപ്പെടുത്തൂ. ഇത് വിമർശനമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്? തലച്ചോറിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇനി പുരുഷന്റെ ഹൃദയവും പെണ്ണിന്റെ ഹൃദയവും രണ്ടും രണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പെണ്ണിന്റെ ഹൃദയവും പുരുഷന്റെ ഹൃദയവും രണ്ടും രണ്ടാ. ഹൃദയത്തെക്കാൾ പെണ്ണിന്റെ ഹൃദയം 50 ഗ്രാം കുറവാണ്. ഇതാ ശാസ്ത്രം പറയുന്നത്. പിന്നെ എങ്ങനെ ഇസ്ലാം? അതല്ലേ ഇസ്ലാം പറഞ്ഞത് ആണും പെണ്ണും ഒരുപോലെയല്ല എന്നുള്ളത്. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅൽ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ആണിന്റെ മേലിലുള്ള ആധിപത്യം പെണ്ണിനാകരുത്, പെണ്ണിന്റെ മേലിലുള്ള ആധിപത്യം ആണിനാകണം. പെണ്ണ് ഭരിക്കേണ്ടവളല്ല. അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെ ലോകത്ത് എത്ര പ്രവാചകന്മാര് കഴിഞ്ഞുപോയി സഹോദരങ്ങളെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്തിമ പ്രവാചകരായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാര് ലോകത്ത് കഴിഞ്ഞുപോയില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്തുകൊണ്ട് അള്ളാഹു പ്രവാചകത്തിയായി നിയോഗിച്ചില്ല? ആണിന്റെ ബുദ്ധിയല്ല പെണ്ണിനുള്ളത്. ആണൊരിക്കലും ആ പെണ്ണൊരിക്കലും അധികാര കേന്ദ്രങ്ങളിലേക്ക് വരേണ്ടവളല്ല. അതാ ഇസ്ലാം പറഞ്ഞത്, പെണ്ണിന് അധികാരം കൊടുക്കുന്നവർ ജയിക്കുകയില്ല. ഇസ്ലാമിന്റെ നിയമം അതാ. ഇനി ആര് ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും വഷളാകും.
മൗനം വിദ്വാന ഭൂഷണം. ഞാൻ അത്രേ പറയുന്നത്. ഈ കാര്യം പറഞ്ഞ് ആയത്തും ഹദീസും വ്യാഖ്യാനിക്കാൻ നടന്നാൽ വഷളാകും, യാതൊരു സംശയമില്ല. പിന്നെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതൊന്നും ഇങ്ങനെ തിരുത്താൻ ഒരുമ്പെടണ്ട. അതെല്ലാം സംവരണം പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പായിരുന്നു എന്നൊന്നും പറയാൻ പോകണ്ട, വഷളാവും. ഇസ്ലാമിന്റെ നിയമം ഇതാ. ഇത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, നല്ല ബുദ്ധിയുള്ള പെണ്ണായിരുന്നു മഹരി ആയിഷ റളിയല്ലാഹു അൻഹ. നല്ല ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. നബി തങ്ങളുടെ കാലശേഷം 47 കൊല്ലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ടല്ലോ. ഈ 47 കൊല്ലം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. ഇന്ന് റസൂല് വഫാത്താകാൻ കിടക്കുമ്പോൾ ഇസ്ലാമിന്റെ ഖിലാഫത്ത് സ്റ്റേജിലേക്ക് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ആരോടെങ്കിലും അള്ളാന്റെ റസൂല് സ്വകാര്യമായിട്ടെങ്കിലും പറഞ്ഞു, എന്റെ ഭാര്യ ആയിഷ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്, എന്റെ കാലശേഷം ഖിലാഫത്തിന്റെ സ്റ്റേജിലേക്ക് ആയിഷ ബീവിയെ കൊണ്ടുവരണമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു? ആരായിരുന്നു ഭരണം ഏറ്റെടുത്തത്? ഖിലാഫത്തിന്റെ സ്റ്റേജിലേക്ക് വന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാർ, ഖുലഫാഉർ റാഷിദീങ്ങൾ, ആണുങ്ങളാണവർ, പെണ്ണുങ്ങളല്ല. പുരോഗമനവാദികൾ, ഇസ്ലാമിലെ നൂതനാശയക്കാർ ഏണിയും കോണിയും വെച്ചുകൊടുക്കാൻ ശ്രമിക്കുക. ഇവിടുത്തെ ഫെമിനിസ്റ്റ് വാദികൾക്ക് ഇസ്ലാമിൽ ഒരിക്കലും സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നത്തെ ക്യാമ്പസ് ലൈഫ് അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുന്നു. അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ക്യാമ്പസുകളിൽ എന്താ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് പഠിച്ചാലേ പഠിയൂ? ആരാണിത് പറയുന്നത്? സംസ്കാര ബോധമുള്ളവൻ ഇതിന് പിന്തുണക്കുമോ? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്നു, കാണാതിരിക്കാൻ പറ്റുമോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ടൂർ പോയി, പെൺകുട്ടികൾ ഗർഭിണികളായത് എത്രയെത്ര വാർത്തകൾ നമ്മൾ വായിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഒരാണും ഒരു പെണ്ണും, അല്ലേ, ക്യാമ്പസിലേക്ക് ചെന്ന് നോക്കിയാൽ കാണാം, ബോയ്സ് ഫ്രണ്ട്, ഗേൾസ് ഫ്രണ്ട്. ഇവര് രണ്ടാളും കൂടി ഒരു മരത്തിന്റെ ചോട്ടിലാണ്. ഓലെന്താ ദിക്റെല്ലാം പോയിരിക്കും അവിടെ? എന്താണ് ഈ ആണിനും പെണ്ണിനും ഒറ്റക്കിരുന്ന അവിടെ പരിപാടി? ഈ കൊടയും ചൂടി നടക്കുന്ന തോന്നിയാസത്തെ കുറിച്ച് അള്ളാന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് മുന്നറിയിപ്പ് നൽകി. ലാ യഖ്ലൂന റജുലുൻ ബിംറഅത്തിൻ. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകാം. പൊന്നുമോളെ, ഈ ഹദീസിനെ ഒന്ന് കേൾക്ക്. സഖാഫിയുടെ വചനല്ല. നിനക്കും എനിക്കും നാളെ സ്വർഗത്തിലേക്ക് പാസ് തരാനുള്ള നേതാവ് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ അന്യ പെണ്ണുങ്ങളുടെ കൂടെ ക്യാമ്പസിൽ ചെന്ന് ഒറ്റക്കിരുന്ന് ചൊറ പറയുന്ന ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടെങ്കിൽ സഹോദര ഒന്ന് കേൾക്ക് ഈ ഹദീസ്. അല്ലാഹുവിന്റെ റസൂല് പറയാ, ലാ യഖ്ലൂന റജുലുൻ മിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമ ശൈത്വാൻ. ഒരാണും പെണ്ണും തനിച്ചാകുമ്പോ മൂന്നാമത്തൊരു കക്ഷി, നമ്മൾ കാണാത്തൊരു കക്ഷി അവിടെ വരും. മൂന്നാം കക്ഷി അതാരാന്നറിയോ? ശൈത്താൻ. ആ ശൈത്താന് പല കഴിവുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് ഫിത്നയാണ്, നാശമാണ്, ഫസാദാണ്. അവസാനം അവന്റെ കൂടെയുള്ള നരകപ്രവേശനമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ശൈത്താന് വഴിപ്പെടാൻ പാടില്ല. ശൈത്താൻ കടന്നു വരുന്ന വഴികൾ അടയ്ക്കണം. ഇതാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ലാ തഖറബു സിനാ എന്നാ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. എന്താ വ്യഭിചാരത്തിലേക്കുള്ള അടുപ്പമെന്ന് പറഞ്ഞാൽ? അതാണ് നോട്ടം, അതാണ് ഫോൺ വിളി. നോക്കൂ, അതിന്റെ മുഴുവൻ കവാടങ്ങളും അങ്ങ് ഇസ്ലാം കൊട്ടിയടച്ചു. ഇന്നിപ്പോ അതൊന്നൊരു വിഷയമല്ല. കാരണം നാട്ടുകാർക്കനുസരിച്ച് ദീൻ പറയുന്ന കുറെ സംഭവം ഉണ്ടായി തുടങ്ങി. എന്നെ ഒരു സഹോദരൻ കേൾപ്പിച്ചു എന്ന് ഒരാൾ പറയുന്നത് എന്താണെന്നറിയോ? നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഫോൺ വിളിക്കാൻ ഹലാലാക്കി കൊടുക്കണ വകുപ്പ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പെണ്ണ്
ബാപ്പാനോടും ഉമ്മാനോടും കൂടിയാലോചന ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഇങ്ങളൊരു പ്ലാൻ, പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, ബാപ്പി ഉമ്മ ചെക്കന് പെണ്ണ് തിരഞ്ഞെടുക്കല്. ഇന്ന് അങ്ങനെയല്ല ഉള്ളത്. ഇന്നിപ്പോ എന്താണ്ടാക, ഇന്നോടത്തൊരു കുട്ടിയുണ്ട്, വേണമെന്ന് പോയി നോക്കി, ഞങ്ങൾ ഉറച്ചിക്കണ്, നിങ്ങളൊന്നും വേണമെങ്കിൽ പോയി നോക്കിക്കാളി. ഇതാണ് സത്യത്തിൽ പറയുന്നത്. പക്ഷേ നിക്കാഹിന് മുമ്പ് അത് അന്യ സ്ത്രീ തന്നെയാണ്. അന്യ സ്ത്രീയോടുള്ള സമീപനം തന്നെയാണ് ആ പെണ്ണിനോട് കാണിക്കേണ്ടത്. അത് സ്നേഹമില്ലായ്മയല്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാം ഒരു നിയമം വെച്ചാൽ അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒരിക്കലും തന്നെ വ്യഭിചാരത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടച്ചു. വ്യഭിചാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവയവങ്ങൾക്ക് മുഴുവനും ഉണ്ട്. കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്. എന്റെ ചെറുപ്പക്കാരികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരന്യ പുരുഷൻ ഒരന്യ പെണ്ണുമായി നടക്കുന്ന ലൈംഗികമായ ബന്ധമാണ് വ്യഭിചാരമെന്ന്. അത് മാത്രമല്ല, അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള ഒരു ഭാഗമാണ്. അതേ സമയത്ത് മനുഷ്യന്റെ അവയവങ്ങളൊക്കെ വ്യഭിചരിക്കുന്നുണ്ട്. അതാണ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്താ? ഫൽഐനാനി സിനാഹുമൻ നളറു, രണ്ട് കണ്ണുകളെ കൊണ്ടുള്ള വ്യഭിചാരമാ സഹോദരങ്ങളെ ഹറാം കാണുക എന്ന് പറയുന്നത്. കാതുകളെ കൊണ്ടുള്ള വ്യഭിചാരമാണ് ഹറാം കേൾക്കുക എന്ന് പറയുന്നത്. അന്യ സഹോദരിയുമായി എത്രയോ സമയം ഫോണുകളിൽ സംഭാഷണം നടത്തുന്നവരില്ലേ, ഒരു ഉളുപ്പുമില്ലായ്മ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ, ചേട്ടന്മാരറിയാതെ, കുടുംബത്തിൽ ആരാരും അറിയാതെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആരാരും അറിയുന്നില്ല, നിന്റെ ഉപ്പ ഗൾഫിലാ, ഉമ്മ താഴെ കിടക്കുകയാ, മുകളിലുള്ള നിലയിലാ നിന്റെ ബെഡ്റൂം ഉള്ളത്. പഠിക്കാൻ കുറയുണ്ടെന്ന ഒരു സൗകര്യം നോക്കിയിട്ട് എനിക്ക് സ്വന്തമായി ഒരുക്കി തന്നിരിക്കുന്ന ബെഡ്റൂമിലിരുന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അങ്ങേ അപ്പുറത്ത് സംസാരിക്കുന്നത് നിന്റെ കാമുകനോടാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കൊച്ചുവങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിന്റെ നാവ് കൊണ്ട് നീ വ്യഭിചരിക്കുകയാ. അവന്റെ സംസാരം നിന്റെ കാതുകളെ കൊണ്ട് കേൾക്കുന്നതും നിന്റെ സംസാരം അവന്റെ കാതുകളെ കൊണ്ട് കേൾക്കുന്നതും അത് കാതുകളെ കൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അപ്പൊ പെണ്ണിന് ഇസ്ലാം പരിഗണന കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യമില്ല നീ പറഞ്ഞ മുറവിളി കൂട്ടുന്നവരെന്താ ഈ പറയുന്നത്? അവര് പറയുന്നതെന്ന് വെച്ചാല്, മുസ്ലിം പെണ്ണുങ്ങൾ അവരെ ശരീരത്തിന്റെ പല ഭാഗം പുറത്ത് കാണിച്ച് നടക്കൂല കാര്യം. അത് തെറ്റാണ്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ അനുവദിച്ചു തരാൻ മതപണ്ഡിതർക്ക് സാധിക്കില്ല. കാരണം ഒരു പെണ്ണിന്റെ ശരീരം മുഴുക്കയും ഔറത്താണ്. ഒരു പെണ്ണിന്റെ ശരീരം മുഴുക്കയും ഔറത്താണ്. വെളിയിൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗവും പെണ്ണിനില്ല. പെണ്ണത്രയും ശ്രദ്ധിക്കണം. പെണ്ണിന്റെ ഔറത്ത് വെളിവാക്കുന്നതാണ് പെണ്ണുങ്ങൾ ഏറ്റവും അധികം നരകത്തിലെത്താനുള്ള കാരണം എന്നാണ്. അത് സമൂഹത്തിൽ വർദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഹയാ എടുത്തു കളയുമെന്ന്. ഹയാ എടുത്തു കളയും. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ മുഖം പുറത്തു കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? കുപ്പായത്തിന്റെ കയ്യിറക്കം ചുരുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് ഈ സദസ്സിൽ വന്ന ഭാര്യമാരുള്ള ചെറുപ്പക്കാരെ, പ്രായപൂർത്തിയെത്തിയ മക്കളുള്ള പെൺകുട്ടികളുള്ള പിതാക്കളെ, വയലെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ റസൂലിന്റെ അനുയായികളായ നമുക്കത് ബാധ്യതയല്ലേ? ആ മുത്തുനബി തങ്ങളാ പറഞ്ഞത്, നരകം കാണിക്കപ്പെടുന്ന സമയത്ത് റസൂലിന് നരകം കാണിച്ചു കൊടുത്തപ്പോ ആ നരകത്തിൽ ഏറ്റവും അധികം പെണ്ണുങ്ങളാണെന്നും ആ പെണ്ണുങ്ങൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണമെന്താ? പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാലോചിക്കണം, സഹോദരങ്ങൾ ആലോചിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലുള്ള ഓട്ടത്തിനും ചാട്ടത്തിനും എത്രയോ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു കാണിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് രംഗത്ത് പൊന്നുമോള് മുന്നേറുന്നത് കാണുമ്പോ ഉപ്പ
അഭിമാനിക്കുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങൾ എടുത്തു കാണിക്കുന്ന ഫിറ്റായ ബനിയൻ വസ്ത്രങ്ങൾ ധരിച്ചവർ ഉളുപ്പില്ലാതെ പുറത്തിറങ്ങുമ്പോ പ്രവാസിയായ പിതാവ് അവൻ ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ അവൻ സന്തോഷിക്കുന്നത് എന്റെ പൊന്നുമോളെ നാലാള് നോക്കുന്നതിലുള്ള സന്തോഷമാണെങ്കിൽ എടാ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വചനം നീ ശ്രദ്ധിച്ചു നോക്ക്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാ. സ്വന്തം ഭാര്യമാർക്ക് ഫിറ്റാകുന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് ബൈക്കിന്റെ പിറകിലിരുത്തി അന്യ പെണ്ണുങ്ങളെ ആണുങ്ങളെ വൈകാരികപ്പെടുത്തുന്ന രീതിയിൽ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രത്യേകമായ നടത്തവും ചാട്ടവും പെണ്ണ് നടത്തുമ്പോ സ്വന്തം ഭാര്യയെ കൂടെ കൊണ്ടു നടക്കുമ്പോ എന്റെ സഹോദരാ നിനക്ക് എങ്ങനെയാ ഈമാൻ കൊണ്ടത് സാധ്യമാകുന്നത്? ആരാ നിനക്കതിന് അനുമതി നൽകിയത്? എന്റെ സദസ്സിൽ ചുരിദാറിട്ട് പെണ്ണുങ്ങളെ പുറത്തിറക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ആലോചിക്കണം. ചുരിദാർ എന്ന് പറയുന്ന വസ്ത്രത്തെയല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. ആ പെണ്ണിന്റെ ശരീരം മുഴുക്കനും മറക്കാൻ പറ്റാത്ത വസ്ത്രമാണ് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ മദീനയുടെ നേതാവ് സാക്ഷി പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പലി കാത്തു നിൽക്കുന്ന നമ്മൾ ആ മദീനയെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, ആ മദീനയുടെ നേതാവ് സാക്ഷി എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ കോലത്തിൽ നടക്കുന്ന നിന്റെ പെങ്ങളുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, പൊന്നുപ്പാ നിങ്ങളുടെ പൊന്നുമോളുണ്ടല്ലോ, ആ പെണ്ണിന് സ്വർഗമില്ലെന്ന് പറയുന്നത് നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ആയിഷയുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ഫാത്തിമയുടെ പൊന്നാര പിതാവുണ്ടല്ലോ, നമ്മുടെ ചങ്കിലെ ചോരയായ നമുക്ക് നാളെ ശഫാഅത്ത് ചെയ്യാനുള്ള നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളാ പറയുന്നത്. എന്താ അതിന്റെ കാരണം? എന്തുകൊണ്ട് പെണ്ണുങ്ങൾ അധികവും നരകത്തിലേക്ക് പോയി? എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം പെണ്ണുങ്ങളുടെ വേഷവിധാനമാണ്. മാന്യതയോടെ മാനം മറക്കണമെന്ന ചിന്ത പെണ്ണുങ്ങൾക്ക് വേണം. അന്യ ആണുങ്ങളുമായിട്ട് തൊട്ടുരുമ്പി നടക്കലല്ല, അത് തെറ്റാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വകുപ്പില്ല. പാർക്കുകളിലും ബീച്ചുകളിലും അന്യ പുരുഷന്മാരോടൊന്നിച്ച് കറങ്ങി നടക്കലാണ് ഇസ്ലാമിലെ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ മരണം വരെ കാത്തിരുന്നാലും ആ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ നിന്ന് ലഭിക്കില്ല. ഇന്ന് ലോകത്ത് പെണ്ണുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാനുണ്ടായ കാരണം എന്താ? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പെണ്ണുങ്ങളുടെ വൃത്തികെട്ട വേഷമാണ് അതിന്റെ കാരണം. പുരുഷന്മാർക്ക് സ്ത്രീകളെ ആക്രമിച്ച് കടന്നുപിടിക്കാൻ കാരണമാകുന്നത് അവരുടെ വൃത്തികെട്ട വേഷമാണ് എന്ന് ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് മാന്യമായ വേഷം പെണ്ണ് ധരിക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്. പെണ്ണിനും ആണിനും ഇസ്ലാമിൽ നിയമങ്ങൾ ഒരുപോലെയല്ല. ചില മുസ്ലിം പെണ്ണുങ്ങൾ വേറെ ഒച്ചപ്പാടുണ്ടാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു മാസം മുഴുക്കയും ആണിന് നിസ്കരിക്കണം, പെണ്ണിന് നിസ്കരിക്കണം? വേണ്ടല്ലോ. ശുദ്ധിയില്ലാത്തപ്പോ നിസ്കരിക്കണ്ട. ആണിനങ്ങനെയല്ല. സ്വർണം, ആ സ്വർണം ആണിന് നിഷിദ്ധം, പെണ്ണിന് അനുവദനീയം. ഇങ്ങനെ പല വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും മതനിയമങ്ങൾ ആണിനെ ബാധിക്കുന്നതുണ്ട്, പെണ്ണിനെ ബാധിക്കുന്നതുണ്ട്. ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എന്നാൽ ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നു എന്നതിന്റെ അടയാളമല്ലേ മാതാവിന്റെ സ്ഥാനം? എന്താ ഇസ്ലാമിൽ? ഒരു സങ്കടമുണ്ട്. വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായം ചെന്ന സമയത്ത് സ്വന്തം മക്കളിൽ നിന്ന് സ്നേഹവും വാത്സല്യവും പറ്റി ജീവിക്കേണ്ടതിനു പകരം കൂടപ്പിറപ്പിയങ്ങൾ തനിച്ചുകൊണ്ട് വല്ല കൂടാരങ്ങളിലും കൊണ്ടുപോയാക്കുന്ന വൃദ്ധസദനങ്ങളിൽ. എന്റെ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ. പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് ജീവിച്ചിരിപ്പുള്ളൊരു ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മ മതി നമുക്ക് സ്വർഗം കിട്ടാൻ. സ്വർഗം തുറന്നു തരുന്ന താക്കോൽ ആ ഉമ്മ. പക്ഷേ ആ ഉമ്മ തന്നെ മതി നമുക്ക് സ്വർഗം നഷ്ടപ്പെടുത്താനും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കളിലൂടെ ഒരാൾക്ക് സ്വർഗം കിട്ടുന്നില്ലെങ്കിൽ അവൻ ഭാഗ്യം കെട്ടുപോയ മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. വെറുതെ നോക്കിയാൽ കൂലി കിട്ടുന്ന ഒരു സ്ഥലമാണ് മാതാപിതാക്കളെ മുഖം. ഖുർആനിലേക്ക് നോക്കുന്നത് പോലെ, കഅബയെ നോക്കുന്നത് പോലെ,
സ്നേഹത്തോടെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തു നോക്കിയാൽ തന്നെയും പ്രതിഫലമാണ്. അവരെ വെറുപ്പിച്ചാലോ സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല, മാതാപിതാക്കളെ ഇടങ്ങേറാക്ക, ബാപ്പനും ഉമ്മനും ബുദ്ധിമുട്ടാക്കുക എന്ന് പറയുന്ന തെറ്റ് കള്ളുകുടിയേക്കാളും വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണ്. ലോകത്ത് അത്തെറ്റിനെ പോലെ ഒരു തെറ്റ് ലോകത്ത് വേറെ ഒരു തെറ്റുമില്ല. അതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ. ഇവിടെ ആരെന്ത് തെറ്റ് ചെയ്താലും ശിക്ഷ അന്ത്യനാളിലേക്കാണ്, ശിക്ഷ പരലോകത്തേക്കാണ്. എന്നാൽ ഒരു തെറ്റിന് മാത്രമാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുന്നതിന്റെ മുമ്പായി ഒരു തെറ്റിന് മാത്രമാ ശിക്ഷ ലഭിക്കുന്നത്. ആ തെറ്റേതാ? കള്ളുകുടിയല്ല, വ്യഭിചാരമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ എടങ്ങേറാക്കുക എന്നതാണ് ആ തെറ്റ്. നോക്കൂ നിങ്ങൾ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക, ഉഖൂഖുൽ വാലിദൈൻ, ഉപ്പനെയും ഉമ്മനെയും വിഷമിപ്പിക്കുക എന്ന് പറയുന്ന തെറ്റിന് പരലോകത്തേക്കല്ല ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നത്, അവിടെ വേറെ കിട്ടും, ഈ ദുനിയാവിൽ തന്നെയും കിട്ടും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിന്റെ കെട്ടിടോദ്ഘാടന കർമ്മത്തിലേക്ക് മുസ്ലിം കേരളത്തിന്റെ പ്രഭാഷണ വേദികളിലെ പ്രൗഢോജ്വല വ്യക്തിത്വം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘ ആയുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ പരമാവധി ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി എവിടെയെങ്കിലും സദസ്സിൽ തന്നെ ഒരു ഭാഗത്തിരുന്ന് ഉസ്താദിന്റെ നസീഹത്ത് കേൾക്കാൻ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ആ തെറ്റാണ് ഏറ്റവും വലിയ തെറ്റ്. മനുഷ്യന്റെ റൂഹ് പിരിയുന്നതിന്റെ മുമ്പായി ആ തെറ്റിനുള്ള ശിക്ഷ മനുഷ്യൻ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. നിസ്സാരപരമായ കാര്യങ്ങളുടെ പേരിൽ ഉമ്മയോട് ദേഷ്യം പിടിക്കുന്നവനും ബാപ്പയെ അവഗണിക്കുന്നവനും, എന്തിനേറെ പറയണം, മർദ്ദനങ്ങൾക്ക് പോലും പലപ്പോഴും ഇവർ ഇരകളാകുകയാണ്. അത് മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അൽഹംദുലില്ലാ, പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലും പരിസരത്തുമെല്ലാം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു കരുത്താണ് നമ്മുടെ നേതാക്കൾ നമ്മളെ തേടി വരുന്നു എന്നറിയുമ്പോൾ പ്രതിസന്ധികളും തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ സദസ്സിലേക്ക് എത്തിപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. തിരക്കുകൾക്കിടയിലും ഈ മദ്രസ കെട്ടിടോദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സന്തോഷപൂർവം നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ അജയ്യനായ കാര്യദർശി, ആദർശ പ്രചാരണ രംഗത്ത് കേരളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പേരോട് ഉസ്താദ്, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഉസ്താദിന്റെ പ്രഭാഷണമാണ്. അള്ളാഹു സർവ്വരോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ദീർഘകാലം ഈ ഉമ്മത്തിന് വിലപ്പെട്ട ഘനപ്പെട്ട നസീഹത്തുകൾ നൽകി സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നവസമൂഹത്തെ നയിക്കാൻ ആവശ്യമായ കരുത്ത് അല്ലാഹു നമ്മുടെ നേതൃത്വത്തിനെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടക സമിതിക്ക് വേണ്ടി ഈ മഹത്തായ ഈ പരിപാടിയിലേക്ക് സർവാധരങ്ങളോടുകൂടെ പേരോട് ഉസ്താദിനെ ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.